നമ്മൾ ശശി തരൂരിന്റെ ഒക്കെ പ്രസംഗം കേൾക്കുമ്പോൾ ഭയങ്കര ഇംപ്രസ്ഡാണ്. ഇതേപോലെ പ്രസംഗിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടാവും. പക്ഷെ അത് വരണമെന്നുണ്ടെങ്കിൽ നല്ല കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് വരണമെന്നുണ്ടെങ്കിൽ നന്നായി ഇതിനെ ട്രെയിൻ ചെയ്യണം. ഈ കോൺഫിഡൻസ് കൃത്യമായ ട്രെയിനിങ് കൊടുത്താൽ മാത്രമാണ് ആളുകളിലേക്ക് ഈ ഒരു കോൺഫിഡൻസ് വരാം. ഈ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ടാസ്ക് കൊടുത്താലും വളരെ കൃത്യമായി അയാൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. ഈ കോൺഫിഡൻസ് ആണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും മുതലാക്കണം. ഞാൻ പറയലെന്താന്ന് പറഞ്ഞാൽ, എനിക്കറിയാവുന്ന കുട്ടികളോട് പറയും, പ്രസംഗിക്കാൻ അവസരമുണ്ടെങ്കിൽ ഒരു സ്റ്റേജ് നമുക്ക് കിട്ടും, 2 മിനിറ്റ് പ്രസംഗിക്കാൻ ആരെങ്കിലും വിളിച്ചാൽ നിന്റെ കയ്യിലുള്ള കണ്ടന്റ് വെച്ചിട്ട് പ്രസംഗിക്കണം. ആ ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇന്നേറ്റായിട്ട് ചില കഴിവുകളുണ്ട്, അതിനെ നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് വലിയൊരു ഒറേറ്റർ ആവാൻ പറ്റുള്ളൂ.